എല്ലാവരും മനുഷ്യരല്ലേ, എല്ലാവരും മനുഷ്യരല്ലേ, മനുഷ്യരുടേതായ രീതികൾ കാണൂല്ലേ പലപ്പോഴും. അങ്ങനെയൊന്നും അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. അത് എല്ലാവരും മനുഷ്യരല്ലേ, മനുഷ്യരുടെ രീതികൾ എല്ലാവർക്കും കാണൂല്ലേ. ഇത് എവിടെയാ എത്തുക നോക്കാം നമുക്ക്. അല്ല, നിയമമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാറ്റിനും മേലെ സുപ്രീം നിയമമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് നിയമസംഹിതയോടുള്ള വിശ്വാസം നമുക്ക് ആർക്കും തകർന്നിട്ടില്ലല്ലോ. അത് എപ്പോഴും നമ്മളെല്ലാവരും കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ. ഇതുപോലുള്ള ചില കാര്യങ്ങൾ നടക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നമ്മളോട് വല്ലാത്തൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ നിർബന്ധമാകുകയാണ്. ഇത് ഒരു നിസ്സാര പ്രശ്നമല്ല, ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ലംഘനം ഒരു സംസ്ഥാനത്തെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, കേന്ദ്രം എങ്ങനെ നിലപാടുകൾ എടുക്കണമെന്നുള്ളതാണ്. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഗൗരവമായി കണ്ടു എന്നാണ് തോന്നുന്നത്. അത് നോക്കാം നമുക്ക് എവിടെയാണെന്ന്. അത് ഇതൊന്നും മനസ്സിലാകാതെ കൊടുക്കുന്നൊരു വാർത്തയല്ല, മനസ്സിലാക്കി കൊടുക്കുന്ന വാർത്തയാണ്. അതിനെ ഒന്ന് ലളിതവൽക്കരിക്കണമെന്നാണ് ആ വാർത്ത കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്. ഇത് നാടിൻ്റെ ഏറ്റവും കടുത്ത ഒരു പ്രതിഷേധം രാജ്യ തലസ്ഥാനത്ത് നടത്തുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് മന്ത്രിസഭയാകെയും നിയമസഭ ആകെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. പ്രതിപക്ഷം സ്വാഭാവികമായും അതുമായി സഹകരിച്ചില്ല. എന്താണ് സഹകരിക്കാതിരുന്നതെന്ന് അവർ പറഞ്ഞ കാര്യമാണ്. ഞങ്ങളത് ആഗ്രഹിച്ചതാണ്. പക്ഷേ അങ്ങനെയൊരു സമരം നടക്കുമ്പോൾ അത് രാജ്യം കാണുന്ന അപൂർവമായൊരു സമരമായിട്ടാണ് മാറുക. അതൊരു സമരമാണ്. നമുക്കറിയാലോ, ഏത് സമരത്തിനും ഉദ്ഘാടനം ഉണ്ടാവും, കാണില്ലേ നമ്മൾ. ആ സമരത്തെ ചിലർ അഭിസംബോധന ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ അഭിസംബോധന ചെയ്യാൻ ഞങ്ങൾ വിളിച്ചത് ചില മുഖ്യമന്ത്രിമാരെയാണ്. അതോടൊപ്പം നേരത്തെ മുഖ്യമന്ത്രിമാരായിരുന്ന ചിലരെയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അതെല്ലാം BJP ഇതര മുഖ്യമന്ത്രിമാരും നേതാക്കളുമാണ്. ആ കൂട്ടത്തിൽ ഞങ്ങൾ ക്ഷണിച്ച കൂട്ടത്തിൽ നിങ്ങൾ കാണേണ്ടത് കോൺഗ്രസ് നേതാവ് ഖാർഗെയുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്വീകരിച്ച നിലപാട് കാരണം അദ്ദേഹത്തെ ഇനി വരില്ല. അപ്പോൾ ഇതൊന്നും സമ്മേളനത്തിൻ്റെ ഭാഗമല്ല, അതൊക്കെ സമരത്തിൻ്റെ ഭാഗമാണെന്ന് അറിയാത്തവരല്ല ഈ വാർത്ത കൊടുത്തത്. സമരം എന്താണെന്ന് കാണാത്തവരല്ലല്ലോ അവർ. നമ്മുടെ കേരളത്തിലോ രാജ്യത്തോ എത്രയോ സമരങ്ങൾ നടക്കുന്നു, അതിനെ പലരും അഭിസംബോധന ചെയ്യാറില്ലേ. അപ്പോൾ അത് ലളിതവൽക്കരിക്കാൻ വേണ്ടി കൊടുത്ത വാർത്ത എന്ന് മാത്രമേ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഓർമ്മയില്ലേ, നമ്മുടെ ഫിഷറീസ് മന്ത്രി തന്നെ തീരദേശ മേഖലയിൽ പോയി വിവിധ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് തീരദേശ മേഖലയിലെ വിഭാഗങ്ങളുമായി വിശദമായി ചർച്ച ചെയ്താണ്. ദിവസങ്ങളെടുത്ത് ചർച്ച ചെയ്താണ്. ഓരോ മണ്ഡലത്തിൻ്റെയും പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്തു പോയതാണ്. അതിൻ്റെ ശേഷം നമ്മുടെ നവകേരള സദസ്സിൻ്റെ ഭാഗമായും ചില കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ മറ്റ് ജനവിഭാഗങ്ങളെയാണ് നമ്മൾ എടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. മന്ത്രിമാർ കൂടി ഉണ്ടാവും. മന്ത്രിസഭ ആകെയല്ല, ബന്ധപ്പെട്ട മന്ത്രിമാർ കൂടി ഉണ്ടാവും. അല്ല, അത് വകുപ്പ് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എന്തെങ്കിലും ഞാൻ കൂടി ഇടപെടേണ്ട പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഞാൻ കൂടി ഇടപെടും. അതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് എന്തെങ്കിലും ഇടപെടൽ പ്രത്യേകമായി വേണ്ടി വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായി നടത്തുമല്ലോ. അതിനൊരു തടസ്സം ഉണ്ടാവില്ല. കേന്ദ്ര ഏജൻസികളെ കുറിച്ചൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. അതിന് വീണ്ടും ഇപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം അല്ലേ? വേറെ ഒന്നുമില്ലല്ലോ. ശരി, ഞാൻ പറയുന്നില്ല.
അതിനെപ്പറ്റി നല്ലോണം പറയേണ്ടവർ പറയും. ഞാനൊക്കെ ഒന്നും പറയാനില്ല. ആയിക്കോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. ശരി.